നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ ആളല്ലേ? ഓ ശരി ശരി, താങ്ക്സ് ചേട്ടാ. ബാക്കി കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. പിന്നെ എനിക്ക് ആ അഡ്രസ്സ് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഒന്ന് എഴുതിയെടുക്കാനാ. ഓ ഒരു മിനിറ്റ്, ഒരു പേന എടുത്തോട്ടെ. ആ പറ. ഓ ശരി ശരി, താങ്ക്സ് ചേട്ടാ. ആ ശരി. കൊച്ചമ്മ പോയല്ലോ പോയല്ലോ ഗൾഫിൽ പോയല്ലോ, കൊച്ചമ്മ പോയല്ലോ പോയല്ലോ ഗൾഫിൽ പോയല്ലോ. എനിക്ക് സുഖമായി പണിയൊന്നും ചെയ്യണ്ട, മനസമാധാനം ഉണ്ടെന്നറിയാലോ. കൊച്ചമ്മ പോയല്ലോ പോയല്ലോ ഗൾഫിൽ പോയല്ലോ, കൊച്ചമ്മ പോയല്ലോ പോയല്ലോ ഗൾഫിൽ പോയല്ലോ. എനിക്ക് സുഖമായി. വോളിയം കുറയ്ക്ക്. എന്താ കാര്യം? എന്താ ഇതത് അരി സാധനങ്ങൾ ലിസ്റ്റ് എഴുതുന്നു? സാധനത്തിന് ലിസ്റ്റ് എഴുതില്ല, കവിത എഴുതാണ്. കവിത കവിത നമുക്ക് അറിയാവുന്നവരെ കൊണ്ട് ചോദിക്കാൻ വേറെ പണിയുണ്ട്. എന്ത് എന്ത്? ആഹാ, പിന്നില്ലാതെ ഈ കോട്ടൊക്കെ ഇട്ടുണ്ടോന്ന് എന്നെ കൊണ്ട് കുറച്ച് ബഹുമാനത്തോടെ സംസാരിക്കണേ. ബഹുമാനം വേണം. എന്താണാവോ കൂട്ടുകാരാ? കൂട്ടുകാരനോ? ഞാൻ എപ്പോഴാണ് തന്റെ കൂട്ടുകാരനായത്? കൂട്ടുകാരെന്നല്ല, കോട്ടുകാരാ കോട്ടുകാരാ. എന്ത്? ഇത് കുറച്ച് ചിക്കനാണ്, കൊണ്ടുവന്ന് കറി വെക്കൂ. മാത്രമല്ല 4-5 പീസ് എടുത്ത് ഫ്രൈ ചെയ്യുകയും ചെയ്യും. അടുക്കള ഞാനങ്ങ് പൂട്ടി. കൂട്ടാൻ അതെന്താ ജ്വല്ലറി? ജ്വല്ലറിയാണ്. തമാശ അല്ല, എന്താ അല്ല തമാശ. പിന്നെ പൂട്ടുന്ന അങ്ങനെ ഞാനേ അടുക്കള പൂട്ടി. ഇന്ന് അഥവാ വേണമെന്നുള്ളവര് അകത്ത് കയറി ഉണ്ടാക്കി കഴിച്ചോ. അതെന്തിനാ? എന്റെ കൊച്ചമ്മ ഇവിടെ ഇല്ല, കൊച്ചമ്മ ഗൾഫിൽ പോയിരിക്കല്ലേ, അതുകൊണ്ട് ഞാൻ ജോലി ചെയ്യേണ്ട കാര്യമില്ല. കൊച്ചമ്മയ്ക്ക് മാത്രമേ വയറുള്ളൂ, കൊച്ചമ്മ മാത്രമേ വിശപ്പുള്ളൂ. കൊച്ചമ്മയാണ് എനിക്ക് ശമ്പളം തരുന്നത്, അതുകൊണ്ട് എന്റെ കൊച്ചമ്മയുടെ വയറ് നോക്കിയാൽ കൊച്ചമ്മയുടെ കാര്യങ്ങൾ മാത്രം എനിക്ക് നോക്കിയാൽ. നിന്നെ കൊണ്ട് പണി കഴിക്കാൻ പറ്റുമോ ഞാനും നോക്കട്ടെ. എന്റെ സ്വഭാവം മാറ്റിക്കൽ. ഞാൻ തറയായ വെറും തത്തറയാണ്. തത്തറ അറിയാലോ? ഈ തത്തറയാണെങ്കിൽ ഞാൻ കട്ടത്തറയാണ്. കട്ടത്തറയാണെന്ന് എനിക്ക് അറിയാവേ. വീടല്ലേ, അതൊക്കെ സംസാരിക്കാറിഞ്ഞൂടെ? സംസാരിച്ചൂടെ? അതൊക്കെ സംസാരിക്കാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സുരഭി, ഇവിടെ കൊച്ചമ്മ പറയുന്നത് കേൾക്കണോ അതോ ഈ ഇന്നലെ വലിഞ്ഞു കയറി വന്ന എങ്ങനെ പറഞ്ഞ കേൾക്കണോ? അണ്ണൻ ആരാണ് ശമ്പളം തരണത്? എന്റെ കൊച്ചമ്മ. ആ അപ്പൊ അമ്മ പറയണ കേട്ടാ മതി. ആ അത് പറ. അതെ, കൊച്ചമ്മ ഇവിടെ ഇല്ലാത്തപ്പോ, അതായത് സുഹാസിനി ചേച്ചി ഇവിടെ ഇല്ലാത്തപ്പോ മൂത്ത മകനായ പ്രശോഭനോ അവന്റെ ഭാര്യയായ എന്റെ മകൾക്കുമാണ് ഇവിടെ അവകാശം. അപ്പൊ ഞങ്ങളൊക്കെ പറയുന്നത് നീ കേട്ടേ പറ്റൂ. ഞാൻ രണ്ടുപേരുടെ വാക്കേ കേൾക്കുള്ളൂ. ഒന്ന് കൊച്ചമ്മേടത്, രണ്ടാമത് അക്കയുടെ. കക്ക? ഏത് കക്ക? അയ്യോ കക്കയല്ല, അക്ക. ഓൾ കേരള കാര്യസ്ഥൻ അസോസിയേഷൻ. ഞങ്ങൾ പറയുന്ന കൂടെ കേൾക്കണം. പറ്റില്ല. അണ്ണ ഇഷ്ടമുള്ളത് അണ്ണൻ ചെയ്തോ, കേട്ടല്ല? ഞാൻ പോയിട്ട് വരാം. നീ ഇത് കറി വയ്ക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ല ഇല്ല ഇല്ല. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. നിന്നെ ഞാൻ ശരിയാക്കി തരാടാ. അതിനു മുമ്പ് ഞാൻ ഇതൊന്ന് ശരിയാക്കണം. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. മേനോന്റെ അടുത്ത്. എടേ മുത്തു, ഈ ചിക്കനകത്ത് മുളക് പൊടി ഇടണോ? കാപ്പിപ്പൊടി ഇട്ടാ മതി, കറക്റ്റ് ആയിരിക്കും. ആണല്ലേ? വരുന്ന മരുന്നുകാരി വന്നോ.